ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് അതിൽ കൃത്യമായിരിക്കുന്ന പങ്കാളിത്തമുണ്ട് എന്ന് ഏറെക്കുറെ ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. ആക്രമണം നടത്തിയതിന് ശേഷം ട്രംപിൻ്റെ പ്രതികരണമാണ് ഇപ്പോൾ സംശയത്തിൻ്റെ മുനയൊടിച്ചിരിക്കുന്നത്. അദ്ദേഹം ഉണ്ട് എന്ന്, അല്ലെങ്കിൽ അമേരിക്ക അതിൽ പങ്കാളിത്തമുണ്ട് എന്ന് പറയുന്ന തരത്തിലാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ആണവ പദ്ധതിയിൽ നിന്ന് ഇറാൻ പിന്മാറിയിട്ടില്ലെങ്കിൽ ഇതിനേക്കാൾ ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തും എന്നാണ് ഇറാന് അമേരിക്ക മുന്നറിയിപ്പ് നൽകുന്നത്. തൊട്ട് മുമ്പേ ഈ സംഭവം നടന്നതിൻ്റെ ഉടനെ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞത് ഇതിൽ അമേരിക്കയ്ക്ക് യാതൊരു പങ്കുമില്ല എന്ന തരത്തിലാണ്. ട്രംപ് തിരുത്തി പറഞ്ഞു എന്ന് മാത്രമല്ല, അതിന് 2 ദിവസം മുമ്പാണ് ഇറാഖിലെ അമേരിക്കയുടെ പൗരന്മാരോട് സുരക്ഷിത മേഖല കേന്ദ്രീകരിച്ച് നിൽക്കണമെന്നും അവിടുത്തെ നയതന്ത്ര ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നിയന്ത്രണം വേണമെന്നൊക്കെ കുവൈറ്റിലെയും ബഹ്റൈനിലെയും ഇറാഖിലെയും അമേരിക്കക്കാരോട് നിർദ്ദേശം നൽകി. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിലേക്ക് അടുക്കുന്നുണ്ട് എന്ന തരത്തിലാണ്. ഇപ്പോൾ അതിന് രണ്ടാമത്തെ ഭാഗം പറയുന്നത്, ഇറാനും അമേരിക്കയും തമ്മിൽ ചർച്ച 5 പ്രാവശ്യമെങ്കിലും ഈ ആണവായുധ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. ഇതിനൊക്കെ സമയം ദീർഘിപ്പിക്കുന്നത് ഇറാനെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് എന്ന തരത്തിലുള്ള കാര്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഏതായിരുന്നാലും കൃത്യമായ രീതിയിൽ ഈ രക്തത്തിൽ അമേരിക്കയ്ക്ക് പങ്കുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.